ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്ക് ഒളിത്താവളം ഒരുക്കിയ രണ്ടുപേർ എറണാകുളത്ത് കസ്റ്റഡിയിൽ. കണ്ണൂർ സ്വദേശികളാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത്. ആയങ്കിയെ പിടികൂടാനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സജോ ദേവസ്യ ചേരുന്നു. നിലവിൽ എന്തായാലും രണ്ടുപേരെയാണ് പിടികൂടിയിട്ടുള്ളത്. അർജുൻ ആയങ്കിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയുമാണ്. ഒളിത്താവളം ഒരുക്കിയ രണ്ടുപേരാണ് രക്ഷപ്പെടാൻ സഹായിച്ച ഒളിത്താവളം ഒരുക്കിയ രണ്ടുപേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഊർജിതമായ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സഹായിച്ച രണ്ടുപേർ പിടിയിലായിട്ടുള്ളത്. അതും കണ്ണൂർ സ്വദേശികളെയാണ്. ഈ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആയങ്കിയെ പിടികൂടണം. അതിനുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒളിത്താവളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം കമന്റുകൾ ഇടുന്നു ആയങ്കി എന്നുള്ളതൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ പിടിയിലായ ആളുകളിൽ നിന്നും സൂചനകൾ ലഭിക്കുന്ന പ്രകാരം ആയിരിക്കും കൂടുതൽ ആയങ്കിക്കായുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സജോ ദേവസ്യ ചേരുന്നു. സജോ, പറയൂ. സജോ, കേൾക്കാമെങ്കിൽ ഒളിത്താവളം ഒരുക്കിയ രണ്ടുപേരെയാണ് പിടികൂടിയത്, അല്ലേ? റോഷ്നി, രണ്ടുപേരെയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് അർജുൻ ആയങ്കി പോലീസിനെതിരായ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ കൊച്ചിയിൽ തന്നെയാണ് എത്തിയത്. കൊച്ചിയിൽ സുഹൃത്തുക്കളുടെ ഫ്ളാറ്റിലെത്തി അവിടെ കഴിഞ്ഞു എന്നതാണ് പോലീസ് മനസ്സിലാക്കിയ ഒരു കാര്യം. അതായത് ഈ ഭീഷണി പോലീസിനെതിരെ മുഴക്കുന്നു, അതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിക്കുമെതിരെ പരാമർശം നടത്തുന്നു. ആ ഘട്ടത്തിൽ പോലീസിന് തനിക്ക് കഴിയുമെങ്കിൽ തന്നെ പിടിക്ക് എന്ന കാട്ടി ആദ്യം ഫേസ്ബുക്കിലൊരു കുറിപ്പാണ് പങ്കുവയ്ക്കുന്നത്. പിന്നാലെ സുഹൃത്തുക്കളുടെ താമസ സ്ഥലങ്ങളിൽ എത്തിയാണ് കഴിഞ്ഞത് എന്നതാണ് പോലീസ് മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ ഒഴിവിൽ കഴിയാനുള്ള സഹായം കണ്ണൂർ സ്വദേശികളായി രണ്ട് സുഹൃത്തുക്കൾ നൽകി. സയ്യിദ്, ഇസ്മായിൽ എന്നാണ് ഇവരുടെ പേര് എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. പിന്നാലെ ഇതൊരു പ്രധാനപ്പെട്ട വിവാദമായി തന്നെ ഉയർന്നു വരുന്നു. കാരണം അർജുൻ ആയങ്കി പോലീസിനെ ആദ്യത്തെ കേസെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം ആ ഭീഷണി തുടർന്ന് ആഭ്യന്തരമന്ത്രിക്കെതിരായ പരാമർശം നടത്തുന്നു. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വെച്ച് നടത്തുന്നു. ആ ഘട്ടത്തിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതാണ്. അങ്ങനെ ഒളിവിൽ കഴിയവെയാണ് ഈ ഭീഷണി തുടരുന്നത്. ഒളിവിൽ കഴിയവെ സമൂഹ മാധ്യമ അക്കൗണ്ട് ഉപയോഗിക്കുന്നു. ഈ ഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സഹായം ഒളിവിൽ കഴിയാൻ ലഭ്യമായി എന്നതാണ് ഈ പോലീസ് കണ്ടെത്തിയ ഒരു കാര്യം. പ്രത്യേക അന്വേഷണ സംഘത്തെ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ്. അതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിക്കായി പോലീസ് വലവിരിക്കുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഇയാൾ സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്തെത്തുകയും അവിടെ കഴിയുകയും ചെയ്തു എന്ന് കണ്ടെത്തിയത്. അതായത് ഇയാളെ പോലീസ് തിരയുന്ന പ്രതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവിടെ കഴിയാൻ സഹായം ചെയ്തു എന്ന കാര്യത്തിനാണ് ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോലീസ് സംഘം ഇവരെ കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതേസമയം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വിശദമായ തുടർ പരിശോധനകൾക്ക് ശേഷമായിരിക്കും എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി വേണമെങ്കിൽ ജാമ്യത്തിൽ വിട്ടയക്കാം, അതല്ലെങ്കിൽ തൽക്കാലം ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കാം. അക്കാര്യത്തിൽ പോലീസ് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതേസമയം ഈ ഭീഷണി തന്നെ കഴിയുമെങ്കിൽ പിടിക്ക് എന്നത്, ഒപ്പം പെൻഷൻ വാങ്ങിക്കത്തില്ല തുടങ്ങി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ നേരത്തെ എടുത്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ ഭീഷണി തുടങ്ങി അങ്ങോട്ടേക്ക് വലിയ വീരവാദവും ഭീഷണിയും അവകാശവാദവും ഒക്കെ അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ ഇയാളെ വളരെ വേഗത്തിൽ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ശരി, സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.